ഇത് പള്ളിക്കുന്ന് കരയേറ്റ മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിന്റെ ചരിത്ര വഴികൾ തേടിയുള്ള തുടർ യാത്ര. ചരിത്രങ്ങളുടെ നാൾവഴികളിൽ മുൻപേ പോയവർ അക്ഷരങ്ങളൊക്കെ കുറിച്ചിട്ടപ്പോൾ അതിൽ നാം കേട്ടറിഞ്ഞ നായക പരിവേഷങ്ങൾ അലങ്കരിക്കുന്നവരുണ്ടായിരുന്നു. ചിലപ്പോൾ ഇനിയും എണ്ണിത്തിട്ടപ്പെടുത്താത്ത നക്ഷത്രങ്ങളെ പോലെ ആരാലും അറിയപ്പെടാത്ത ജീവിതങ്ങളും. അവരേവരും ഒരുമയായി ഒന്നുചേർന്ന് ഉരുകിത്തെളിഞ്ഞ വെട്ടം പോലെ ഇന്നാടിന്റെ കെടാവിളക്കായ കരയേറ്റ മാതാവിന്റെ ദേവാലയ അങ്കണത്തിൽ അഭിമാന പുരസ്സരം ഞങ്ങൾ കൊളുത്തിവെക്കുന്നു. ചൂട്ടുവെട്ടം, ചൂട്ടുവെട്ടം, ചൂട്ടുവെട്ടം. സർവജ്ഞാന പ്രഭാപൂരിത ശ്രേഷ്ഠനാഥ, സർവജ്ഞാന പ്രഭാപൂരിത ശ്രേഷ്ഠനാഥ. സർവജ്ഞാന പ്രഭാപൂരിത ശ്രേഷ്ഠനാഥ, സർവജ്ഞാന പ്രഭാപൂരിത ശ്രേഷ്ഠനാഥ. തേജോമയം വിസ്മയം സർവജ്ഞാനം, കർത്തൃസൃഷ്ടികളിൽ പ്രഥമം ജ്ഞാനം. കർത്തൃസന്നിധി ജ്ഞാനാഗമനം, കർത്തൃസൃഷ്ടികളിൽ പ്രഥമം ജ്ഞാനം. കർത്തൃസന്നിധി ജ്ഞാനാഗമനം. അറിവുണ്ട് വേഗവും ജ്ഞാനവിജ്ഞാനവും നൈകളെ നാഥനെ പ്രിയക ദൈവമേ. അറിവുണ്ട് വേഗവും ജ്ഞാനവിജ്ഞാനവും നൈകളെ നാഥനെ പ്രിയക ദൈവമേ. ജ്ഞാനാരംഭം കർത്തൃഭക്തി, കർത്തൃഭക്തിയിൽ മുക്തി പൂർണ്ണ ജ്ഞാനം. ജ്ഞാനാരംഭം കർത്തൃഭക്തി, കർത്തൃഭക്തിയിൽ മുക്തി പൂർണ്ണ ജ്ഞാനം. ജ്ഞാനമതാരോഗ്യം സമാധാനം, കർത്തൃഭക്തിയിൽ അവസമൃതപൂരണം. ജ്ഞാനമതാരോഗ്യം സമാധാനം, കർത്തൃഭക്തിയിൽ അവസമൃതപൂരണം. പ്രമാണപാലകനു ജ്ഞാനബുദ്ധി, സർവധനാൽ പ്രധാനം ജ്ഞാനസിദ്ധി. പ്രമാണപാലകനു ജ്ഞാനബുദ്ധി,
സർവധനാൽ പ്രധാനം ജ്ഞാനസിദ്ധി. അറിവും വിവേകവും ജ്ഞാനവിജ്ഞാനവും നൽകണേ നാഥനേ ത്രിയേക ദൈവമേ. അറിവും വിവേകവും ജ്ഞാനവിജ്ഞാനവും നൽകണേ നാഥനേ ത്രിയേക ദൈവമേ. തമുഗർത്ഥങ്ങൾ താണ്ടുവാൻ ജ്ഞാനം ശരിതെറ്റു കാണുവാൻ വിവേകം. തമുഗർത്ഥങ്ങൾ താണ്ടുവാൻ ജ്ഞാനം ശരിതെറ്റു കാണുവാൻ വിവേകം. പാപരഹിത ജീവനം വചനപാലനം തീക്ഷ്ണാഭിലാഷം ഭക്തഭ്യാസം. പാപരഹിത ജീവനം വചനപാലനം തീക്ഷ്ണാഭിലാഷം ഭക്തഭ്യാസം. കർത്തൃസന്നിധേ കർത്തൃസന്നിധേ സ്വീകാര്യം ബലികൾ ബലികൾ. കർത്തൃസന്നിധേ സ്വീകാര്യം ബലികൾ ബലികൾ. അറിവും വിവേകവും ജ്ഞാനവിജ്ഞാനവും നൽകണേ നാഥനേ ത്രിയേക ദൈവമേ. 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 പണ്ടത്തെ പോലെ വഴങ്ങളില്ല. കൈ വിറയ്ക്കണം, സ്വരങ്ങളും. ഡിസിമോളെ ചായ വന്നില്ലല്ലോ. നീ ഈ തന്തേനെ മറന്നോടി. പെൺകുട്ടിയോടായ തിരി നേരത്തെ കിടക്കപ്പായെന്ന് എണീക്കണം. ആരോട് പറയാനാ? കൊണ്ടുവരാ പാപ്പാ. ആ വേഗം ആവട്ടെ. വെളിച്ചം പറയണ്ട, മാറി കിടച്ചൊക്കെ. അപ്പാപ്പാ, ആ പേപ്പറിന്റെ ലാസ്റ്റ് പേജ് ഒന്ന് തരൂ. ക്രിക്കറ്റ് അത് ഫുട്ബോളാ? ഏതാ വാർത്ത? എന്തായാലും കലങ്ങി മറിഞ്ഞ ആ ഫ്രണ്ട് പേജിനേക്കാളും ഭേദമാണ്. എന്റെ അപ്പാപ്പ, ഈ വടി കുത്തിപ്പിടിച്ചിടേണ്ട കാലത്ത് ഈ പീപ്പി കുത്തിപ്പിടിച്ചിടണ അപ്പാപ്പൻ മാസാണ്. വേറെ ലെവല് മാസ് എന്ന് പറഞ്ഞ മരണമാസ്. എടാ, ഈ ചായ പാപ്പന് കൊണ്ട കൊടുത്തേ. അത് നീ ചെയ്. ആ ചായ ഇങ്ങോട്ട് കൊണ്ടാ.
അയ്യോ കഷ്ടം, റബ്ബറിന് വില കുറഞ്ഞു. കഷ്ട? ആർക്ക് കഷ്ടം? റബ്ബറുള്ളവർക്ക്, അല്ലാണ്ടായിരിക്കേ. അത് ശരി. അപ്പാ ദേ ചായ. കടി ചോദിക്കരുത്, ഇത് ചായക്കടയല്ല. അല്ലേ, ഇത് ചായക്കടയല്ലേ? ചെറുക്ക, പള്ളിയിൽ മണി അടിച്ചല്ലോടാ. നീ ലാസ്റ്റ് പേജ് വായിച്ച് ചെല്ലുമ്പോഴേക്കും കുർബാനയുടെ ലാസ്റ്റ് പേജ് കഴിഞ്ഞാണ്ടാവും. ഈ അപ്പാപ്പന്റെ ഒരു ഒടുക്കാത്ത തമാശ. ഇന്നത്തെ കുർബാന വൈകിട്ട് ക്രിക്കറ്റ് മാച്ച് ഉണ്ടെന്ന്. അപ്പാപ്പന് ഈ ക്ലാരിനെറ്റ് വിട്ട് വല്ല ഹാർമോണിയെ പെട്ടി പിടിച്ചായിരുന്നെങ്ക ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഊതി ഊതി തളരേണ്ടി വരില്ലായിരുന്നോ? ഓ, ഇത് മാറ്റി തരാൻ മേലാർന്നോടി, കുരുത്തം കെട്ടോടാ. അതെ, 5 മണിക്ക് തുടങ്ങിയത് അടുക്കളയില്. ആറ്റാനും തിളപ്പിക്കാനും എനിക്ക് 10 കൈയൊന്നുമില്ല. ആ പീപ്പിയിൽ ഊതണത് ചായക്കപ്പയിൽ ഊതിയ ആ ചായയുടെ ചൂട് കുറയും എന്റെ അപ്പാപ്പ. അല്ല പിന്നെ കുരുത്തം കേട്ടോളൂ. അല്ല പാപ്പ, നമ്മുടെ ഈ ചുമരില് 2 ആണി അടിച്ചിട്ട് അപ്പാപ്പന്റെ സംഗീതം ഒരു അലങ്കാരാക്കിയാലോ? അല്ല, ചുമരയിലാണെങ്കി പഴഞ്ചന് റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് പറഞ്ഞതാ. ഭാഗ്യം. ആടിയുമേ എന്നെ തൂക്കണമെന്ന് നീ പറഞ്ഞില്ലല്ലോ, സന്തോഷം. എടാ കുരുത്തം കെട്ടോനെ, ഇതെന്റെ അപ്പാപ്പൻ തന്നതാ. നിനക്ക് നിന്റെ അപ്പാപ്പനെ വിലയില്ലെങ്കിലും എനിക്ക് എന്റെ അപ്പാപ്പന് വിലയുണ്ടായിരുന്നു. കേട്ടോടാ, കൊച്ചിക്കാരൻ ലാസർ മുതലാളി പണിത പള്ളിക്ക് മുന്നേ കിട്ടിയ സാധനം അത്. അതുകൊണ്ടാ ഞാനിത് നിധി പോലെ കാക്കണേ. അറിയോടാ അതെനിക്ക്. പള്ളിക്ക് മുന്നേ അതിലത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ലല്ലോ പാപ്പാ. ക്രിക്കറ്റ് മാത്രല്ല, അറിയാൻ ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതിനെ മുൻപേജ് തന്നെ വായിക്കണം. കേട്ടോടാ, പോയ കാലത്തിന്റെ ആദ്യേടുകൾ. എന്നാ പിന്നെ ഇന്നോട് കൂടാ. അല്ല പാപ്പ, ഈ ആദ്യേടുകൾ എന്നൊക്കെ പറയുമ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കില്ലേ? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. കളറിൽ പോരട്ടെ. അപ്പാപ്പൻ പറഞ്ഞ ആദ്യ നാളുകൾ. ആദ്യേടുകൾ കേൾക്കണോ നിനക്ക്? മോക്ഷത്തിൻ രാജാവേ, ലോകാധികർത്താവേ, വാഴുക നിൻ സുചിരം. നിന്റെ രക്തത്താൽ വീണ്ടു നീ രക്ഷിച്ചോരീ ഗ്രഹം പാലിച്ചു വാണരുൾക. മോക്ഷത്തിൻ രാജാവേ, ലോകാധികർത്താവേ,
വേലകൾ ജോലികൾ ദുഃഖദുരിതങ്ങളും എല്ലാം കെൽപ്പേഴും നിന്നൂടെ തൃപ്പാദ താലത്തിൽ കാഴ്ചയണയ്ക്കും നീതാ. കാരുണ്യമേറുന്ന ദിവ്യഹൃദയമേ, നിൻ തിരുവുള്ളം പോലെ നീ എന്തും ചെയ്യുവാനിതാ സന്നദ്ധരായിവർ സന്നിധരായിടുന്നു. മോക്ഷത്തിൻ രാജാവേ, ലോകാധികർത്താവേ, വാഴുക നീ സുചിരം. നിന്റെ രക്തത്താൽ വീണുനീ രക്ഷിച്ചൊരീ ഗൃഹം പാലിച്ചു വാഴുക. കർത്താവേ കാത്തോളണേ. കുട്ടികളെന്തേടി? ആ കുടുംബ പ്രാർത്ഥന മുടക്കി ആരും ഈ കുടുംബത്ത് സ്വത്ത് സമ്പാദിക്കണ്ടെന്ന് മക്കളോടൊന്ന് പറഞ്ഞേക്ക്. അത് മക്കളോട് നേരിട്ട് പറയാൻ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നേരിട്ട് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ അത് നീ പറയണ പോലെ സമാധാനത്തോടെ ആവണമെന്നില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. മക്കളും കൊള്ളാം, അപ്പനും കൊള്ളാം. ഞാൻ ആ തെക്കേലെ തോമയുടെ വീട് വരെ പോയി വരാം. അവിടെ കുറച്ച് കാച്ചിലുണ്ട് കേട്ടു. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഈ രാത്രിയാ? എന്ത് രാത്രി, എന്ത് പകല്. ഞാൻ പോയി വരാം. വൈകണ്ട. എന്താ കഴിക്കാൻ? അമ്മയ്ക്കെന്താ ചെവി കേട്ടൂടെ? വിശക്കണൂന്ന് ചെവിക്ക് പതായ. ഞാനവിടെ വെറുതെ ഇരിക്കല്ലാർന്ന്. ആന പൊക്കണ കനത്തിൽ കെട്ടിയ കറ്റേ ഏമാന്റെ കളത്തിൽ കൊണ്ടിട്ടിട്ട് ഞാൻ വരണേ. എന്നിട്ട് ഞാൻ പറഞ്ഞ വിശക്കണൂന്ന്. ഈ ചക്കപ്പുഴുക്ക് കപ്പപ്പുഴുക്ക് ഇതല്ലാണ്ട് ആ മൺകലത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവോ? വിശന്നിട്ട് പ്രാണം പോവാ. പിന്നെ കുത്തരിയുടെ ചോറുണ്ണാൻ നമ്മൾ ഈ നാട്ടിലെ പ്രമാണി കുടുംബമാണല്ലോ. കപ്പപ്പുഴുക്കില്ല, ഉള്ളത് ചക്കപ്പുഴുക്ക. പിന്നെ നല്ല ചൂഞ്ഞ മുളക് മോരിലിട്ടതുണ്ട്. എന്റെ മോൻ അതെടുത്തോ. ഓ എന്റെ അമ്മ, നീ മാത്രല്ല മക്കളായിട്ട് ഈ കുടിലില് 5-6 വേറെ ഉണ്ട്. അപ്പൊ അത് അറിഞ്ഞിട്ട് ചട്ടീന്ന് കോരിയാ മതി. ഓ അതൊക്കെ എനിക്കറിയാം. എന്നാ പിന്നെ ഇതും കൂടി കേട്ടോ. ആ ചട്ടിയുടെ അടുത്ത് തന്നെ കഞ്ഞിയുടെ വെള്ളം ഇരിപ്പുണ്ട്. പള്ളേല് ബാക്കി വരുന്ന സ്ഥലത്ത് അത് കുടിച്ച് പള്ള നിറച്ചോ എന്റെ മോൻ. ചക്കപ്പുഴുക്കെങ്കിൽ ചക്കപ്പുഴുക്ക്, വിശന്ന് പ്രാണം പോണു. അമ്മ ഈ പന്തം കെട്ടിയിരിക്കുന്ന നേരെ ഈ കളത്തിൽ വന്നിട്ടേ 4 കറ്റ കൂടുതൽ തല്ലിയ അതെങ്കിലും ഇത് കഴിയില്ലാർന്ന. കറ്റ തല്ലി തല്ലി കൈന്റെ ഓരോക്കെ ഒരു പരുവായി എന്റെ അമ്മ. ഇതൊന്ന് കെട്ടിത്തീർത്താ
ഞാനും വരാടാ കളത്തിലേക്ക്. ഇപ്പൊ ഇത് തീർത്തില്ലേ, വെളുക്കും മുമ്പേ നിന്റെ അപ്പൻ ഇരുട്ടില് പോവേണ്ടി വരും പള്ളിയില്, കൂടെ ഞാനും. ഈ ഇരുട്ടത്ത് എഴജന്തുക്കളുള്ള പാടകളും കുന്നുകളും കടന്ന് പള്ളിയിൽ വന്ന് ഞങ്ങൾ പറഞ്ഞ അല്ല പിന്നെ. അത് പള്ളിയിൽ റഹ്മാന്റെ കളത്ത് നിന്ന ഒരുപടി കുത്തലിന് പണിയെടുക്കാണ്. നീ ഇപ്പൊ എന്താണ് പറഞ്ഞത്? സൂക്ഷിച്ച് സംസാരിച്ചോ. പള്ളിയിൽ പോണ നേരെ ഏമാന്റെ കളത്തിൽ ചെന്ന ഒരു പിടി കുത്തലിനുള്ള പണിയെടുക്കാന്ന്. ഇരുട്ട് മാറും മുന്നേ ഇറങ്ങും അപ്പനമ്മ. ഈ വഴിയില് ഇഴജന്തുക്കളെ കാണാത്ത തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ചോ? അടുക്കളയിൽ വല്ലത് ഉണ്ടാവോ? മക്കളൊന്ന് നിന്നേ. ഈ ചൂട്ടുബന്ധം കെട്ടണ സമയം മാറ്റി വെച്ച് കിട്ടണ ഒരു പിടി കുത്തരിയും ഈ കുടിലില് തിളക്കണ്ട. അതിന് വെച്ച വെള്ളം എന്റെ പൊന്നുമക്കൾ അങ്ങോട്ട് വാങ്ങി വെച്ചോ. ഒരു കാര്യം കൂടെ പറയാം. അപ്പന്റെ മുമ്പില് ഈ ഉപദേശവുമായി ചെന്ന കൂടുതലൊന്നും ഞാനിപ്പോ പറയണില്ല. മക്കൾ ചൊല്ലും മുതുനെല്ലിക്ക. പൊറിജു, നീ മിണ്ടരുത്. അവന്റെ ഒരു പഴഞ്ചൊല്ല്. കഷ്ടപ്പാടുണ്ടെന്നേ, ശരിയാണ് നിങ്ങൾ പറയണത്. ഈ സഹനങ്ങളില്ലാതെ രക്ഷയുടെ കുരിശിന്റെ അടുത്ത് എങ്ങനെ എത്തിപ്പെടാമെന്നാണ് എന്റെ മക്കള് വിചാരിക്കണത്? പണ്ട്, വളരെ പണ്ട്, ആ നസ്രായേൽക്കാരന് സഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. എന്നിട്ടും സഹനങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു. നമുക്കു വേണ്ടി. അവൻ എല്ലാം ഏറ്റെടുത്തു. ഇരുട്ട് അതെത്ര ആഴമേറിയതായാലും, ദൂരം അതെത്ര കാതങ്ങൾക്കപ്പുറമായിരുന്നാലും, ചെളിയും പുഴയും പാടങ്ങളും എത്ര താണ്ടേണ്ടി വന്നാലും, ഈ ചൂട്ടുബന്ധത്തിന്റെ ഇത്തിരി വെട്ടത്തിൽ ആ വലിയ പ്രകാശത്തിലേക്ക് അവൻ നടന്ന വഴിയെ നടക്കും. നമുക്ക് പോവാം. ഞങ്ങൾ നടന്ന വഴികളിൽ നമ്മൾ കണ്ടുമുട്ടും. അന്ന് നിങ്ങളും കയ്യിലേന്തും ഈ പന്തം, ഈ വിശ്വാസത്തിന്റെ ചൂട്ടുബന്ധം. അമ്മയോട് തർക്കിച്ചിട്ട് കാര്യമില്ല. ജയിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പോണു. ഈ സമയം 4 കറ്റ മരിച്ചാ നെല്ല് മാറ്റിയെടുക്കാം. എടി റോസമ്മേ, സമയം വൈകാതെ ഇറങ്ങാൻ നോക്കടി. ഇപ്പൊ ഇറങ്ങിയ കുർബാനയ്ക്ക് മുമ്പ് അങ്ങ് എത്താം. വരുന്നു. ഞാൻ ആ ചൂട്ടെടുക്കട്ടെ. ഞങ്ങൾ ഇറങ്ങാറായി. ഞങ്ങൾ ഇറങ്ങിയിട്ടാ തമായേ, ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഞങ്ങൾ ഇറങ്ങാറായി. അതെ അതെ, കുട്ടികളൊന്നും മാറി തരോ? ഞങ്ങൾ ഈ വിളക്കൊന്ന് വെച്ചോട്ടെ. എന്തിനാ മക്കളെ ഈ വിളക്ക്? ചേച്ചി കൂടുന്നോ? കളത്തില് കറ്റ വെച്ചേക്കാ. സ്ഥലമില്ല. ഇന്നത്തെ മാർഗംകളി ഇവിടെ ആവാന്ന് വെച്ചു. അപ്പോ
വീട്ടുകാരോടൊന്നും ചോദിക്കണ്ടേ? എന്തിനാ ചോദിക്കണേ? ഇതൊക്കെ നമ്മുടെ വീടല്ലേ. ആ അത് ശരിയാ, അത് ശരിയാ. നിങ്ങള് രണ്ടുപേരുള്ളോ? ആളെ കൂട്ടാൻ വല്ല മാർഗമുണ്ടോ? മാർഗം കളിക്കാരി എല്ലാ മാർഗമുണ്ട്. എന്തിന് ആളെ കൂട്ടാൻ? എല്ലാവരും ആ പഠിക്ക് നിക്കണേ. നിങ്ങൾ കേറി വാ, വർഗീസായിട്ട് നമ്മുടെ ആളാ. കേറി വാ മക്കളെ, ഇങ്ങോട്ട് കേറി വാന്ന്. ഞാനും പാടട്ടെ നിങ്ങളൊപ്പം. ചേട്ടൻ അവിടെ ഇരിക്കി, പാട്ടൊക്കെ ഞങ്ങൾ പാടിക്കോളാം. എല്ലാവരും വട്ടത്തിൽ നിന്നേ, തുടങ്ങല്ലേ? പന്തലിൽ വന്നുദകവീനും മാർത്തോമൻ തിരിയലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരി താഴ്വിയും തത്താമൃതത്തി മരമുടു കല്ലുകൾ കനകം വെള്ളി മനനിയലും പഠിച്ചെമ്പുകിരുമ്പും മുറ്റും പാവലവക വീണ്ടും പണികൾ ഇത്തരമുത്തരമായുള്ള വചനം ഇച്ഛവരും പടി കരുതിയുറച്ച് തക്കിടവിടതകതായകരംഗം തിക്കിടവിടതകതായകരംഗം തക്കിടവിടതേ തിക്കിടവിടതേ തക്കിത്തന്താൻ തളാണ് തരികിടത്തും ഇമ്പമൊടരുമകളിൽ നാം ചെയ്യും ഈ വഴിയും തീയും തീയും ദത്താതികുതിയും തീയും ദത്താതിത്തേതികുതി തൈതിരത്താതിത്താതി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകി തക്കിടവിടതക തക്കിടവിടതക തക്കിടവിടതകതേ തകതാ 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 തീ തിക്കിടവിടതക തിക്കിടവിടതക തിക്കിടവിടതകതേ തികുതാ 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 തീ തക്കിടവിടതകതേ ആ തകതാ തീ തിക്കിടവിടതകതേ ആ തികുതാ തീ തക്കിടവിടതക തിക്കിടവിടതക തക്കിത്തണ്ടാ ചിന്താന്തരികിട തീ 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 എന്തരികിട തിക്കിടവിടതകതേ വിശ്വമിടം കയ്യിലായവനുരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകി വിധി പോലെ വാതാവിട തിത്തത്താതിത്താതിമൃതത്തീ മണിക്കല്ലായ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു മറ്റാറ്റുള്ള നിയാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു മമോദീസ മുഴുകുന്നവരും നാളിൽ നാളിൽ പെരുകുന്നു മാർഗം നീടാ തലയുന്നവരും നാളിൽ നാളിൽ തെളിയുന്നു കണ്ടില്ലെന്ന് ചൊല്ലുന്നവരെ കണ്ടാലധികം ചേരുന്നു കണ്ടുകൊണ്ട് ചൊല്ലാൻ ഇഷ്ടമാരോടൊക്കെ ചേരുന്നു കന്നിമാരി നായിതൊക്കെ കൂടി ചേർന്നവരൊരു പോലെ കരിരുളി നയ പഞ്ച തഞ്ചം ചേർന്നവരൊരു പോലെ മുഖവിരുന്നു മകമേറിയിട്ടും മുതിർന്നു ലവ്യങ്ങൾ നീളെ നീളെ ചൊല്ലിപ്പലകും ചേരുന്നു അക്കാലത്തിൽ മാത്തോമാനും കണ്ടു ചേർന്നവരൊരു പോലെ അന്നും ഇന്നും എന്നും
കണ്ടില്ലെന്ന് ചൊല്ലുന്നവരെ കണ്ടാലധികം ചേരുന്നു. കണ്ടു കണ്ടു ചൊല്ലാൻ ഇഷ്ടം ആരോടൊക്കെ ചേരുന്നു. തിത്തത്തകതത്തികിതത്താം തികതകതത്തികിതത്താം തിത്തത്താം മൃദുന്തത്താം തിരിതത്താതിത്താതിരത്തി. മുൻകുണമുടയവനരുളാൽ മാനവൻ മണ്ണയെടുത്തിയ അന്നുടനെ ഇതിരുത്തി മുതലനെറികിടും അതിനൊരു പേരതിൽ മണ്ഡലമായവർ പുകീച്ച് ഇതിരുത്തി കൈക്കൊണ്ടവരൊരു നൊടിയളവാളാൽ ചെന്നറിയിച്ചവർ ചിനമലയ്ക്ക് ഇതിരുത്തി മരുമട് പരാവതി നിരമഴകാൽ നന്ദിയുടൻ കുഴപ്പതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി മഞ്ഞുമൂഴിയ പിരിയോ നമ്മൾ തിറമൊഴി തേടിപ്പുഴരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി. ഉടമ്പിൽ നിന്നുയിരെടുത്താകാശി ഉയരവനിരിപ്പിടം പുകീച്ച് ഇതിരുത്തി മക്കളും മനതിന മരളി വീഴ്ക്കി നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി മരുമട് പലവി നിരമഴകാൽ നന്ദിയുടൻ കുഴപ്പതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി തിത്തത്തകതത്തികതത്താം തികതകതകതത്തികതത്താം തിത്തത്താം മൃദുന്തത്താം തിരിതത്താതിത്താതിരുതത്തി. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ചേച്ചിയെ ഞങ്ങൾ എന്നാ പോവാ? നാളെ വരോ ഈ വഴിക്ക്? ചേട്ടാ, കളത്തിന്ന് കറ്റ പോണ വരെ ഇനി ഇവിടെ ഇനിയാ. അനുഭവിച്ചോളാം. ഇപ്പൊ അങ്ങനെയാ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാലിന്റെ മുട്ട അങ്ങട് പണ്ടത്തെ പോലെ അങ്ങട് മടങ്ങി തരണില്ലെന്നേ. നല്ല വേദന ഉണ്ട് അല്ലേ? ഇല്ലെങ്കി നിനക്കും കൂടാർന്നു അവരുടെ ഒപ്പം കളിക്കാൻ. ഒന്ന് പോ അവിടുന്ന്. പാവലിന്റെ പന്തല് തയ്യാറാക്കും മുമ്പ് മുട്ടൊന്ന് മടങ്ങി കിട്ടിയ നിങ്ങൾക്കും അതൊരു സഹായേനെ. ആ പിള്ളേര് നോക്കട്ടെ. പള്ളിയിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ റോസമ്മേ? അതെ അതെ, ഒരാഴ്ചയായി. അതാണിപ്പോ ഈ മുട്ടുവേദന കൊണ്ടുണ്ടായ വലിയൊരു നഷ്ടം. വൈദ്യരുടെ കഷായം മുടങ്ങാതെ കഴിക്കണുണ്ടോ? അടുത്ത ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് പള്ളി പോവും. നീ നോക്കിക്കോ. പറ്റിയാ നല്ലത്. അല്ല, ഇതാര്? ദേവസ്യത്തിനോ? ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊരു അത്ഭുതമാണ് എന്റെ ഈശോയെ. അച്ഛൻ ഇത്രയും ദൂരം താണ്ടി ഞങ്ങളുടെ കുടിലേക്ക് വന്നത് വിശ്വസിക്കാൻ കഴിയണില്ല. അല്ലേ റോസമ്മേ? അതെ അച്ഛോ, ഇരിക്കച്ച. ആകെ അഴുക്കാണ് കേട്ടാ. അച്ഛന്റെ ലോഹയിലൊക്കെ അഴുക്കാവും. അത് സാരമില്ലെന്നേ, ഞാൻ ഈ തിണ്ണയിൽ ഇരുന്നോളാം. എടി, നീ പോയി എന്റെ ഒറ്റുമുണ്ടെടുത്തു പാടി. അത് ഈ തിണ്ണയിലൊന്ന് വീഴ്ചേ. ഞാൻ ദാ ഇപ്പൊ എടുക്കാം. ഈശോയെ, അച്ഛൻ വന്ന തിരക്കില്ല അക്കാര്യം മറന്നു. കുടിക്കാൻ സംഭാരം എടുക്കട്ടെ? ഓ, തിരക്കില്ലെന്നേ. കുർബാനയ്ക്കിപ്പോ വരീസേട്ടനെയും റോസമ്മേടത്തെയും കണ്ടിട്ട് ഒരാഴ്ചയായെന്ന് തോന്നുന്നു. പണിത്തിരക്കില് കർത്താവിനെ മറന്നോ നിങ്ങള്? മറന്നിട്ടില്ല അച്ചോ. ഇവിടെ ഒരാൾക്ക് മുട്ടുവേദന. പള്ളിയിലേക്ക് ചെറിയ ദൂരമല്ലല്ലോ. ആണോ റോസമ്മേടത്തി? ആ, തെക്കേ മലയിലെ വൈദ്യരുടെ കഷായമുണ്ട്. നല്ല വൈദ്യരാ. ആ കഷായം കഴിച്ച പെട്ടെന്ന് മാറൂന്നേ. മാറിയ ആദ്യം ഓടിയെത്തണത് പള്ളിയിലാണച്ചാ. അത് ഏതായാലും നല്ലത്. ഞാൻ ആദ്യമായിട്ടാ നിങ്ങളുടെ ഗ്രാമത്തിൽ. ദൂരം ഒരുപാടുണ്ടല്ലോ. വഴിയും ദുർഘടം തന്നെ. ഇല്ല അച്ചോ,
ആ മുളങ്കാട് വരെ ഏമാന്റെ കാളവണ്ടി വരും. അത് കഴിഞ്ഞ് ഒരു അത്താണിയുണ്ട്. അവിടുന്ന് ഇടത്തോട്ടിറങ്ങിയ വലിയ തെക്കേ പാടാണ്. ആ വഴിക്ക് വന്ന 2 നാഴിക കുറവുണ്ട് പള്ളിയിലേക്ക്. ആണോ? എന്നാലും ദുർഘടം തന്നെ ഈ യാത്ര. ഈ വഴികളെല്ലാം താണ്ടിയാണല്ലോ നിങ്ങൾ പള്ളിയിൽ വരുന്നത്. അത്ഭുതം. നിങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും ഏറെ വർദ്ധിപ്പിക്കുന്നു. അതിരിക്കട്ടെ, മക്കൾ? മക്കൾ 9 5 ആണും 4 പെണ്ണും. വസൂരി വന്ന് 2 പേരെ തമ്പുരാൻ തിരിച്ചെടുത്തു. ഇപ്പോ 7 പേർ. ഏമാന്റെ പറമ്പില് അടുത്ത ആഴ്ച പാവലിന് പന്തലൊരുക്കുന്നുണ്ട്. അതിന് ഏമാൻ രാവിലെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി. വരുമ്പോ ഒരു പിടി കുത്തരി കിട്ടും. അവർക്ക് കുത്തരിന്ന് വെച്ച ഭ്രാന്ത. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? ആയിക്കോട്ടെ അച്ചോ. വറീസേട്ടാ, ഇവിടെ നിറയെ കാട് പിടിച്ചു കിടക്കുകയാണല്ലോ. എന്നാലും ഒന്ന് വെട്ടിത്തെളിച്ച് വിത്തിട്ട പൊന്നു വിളയണ മണ്ണാണ്. എന്നാ വെട്ടിത്തെളിച്ച് വിത്ത് പാകിയാലോ വറീസേട്ടാ? വിത്തോ? അച്ഛൻ ഏത് വിത്തിന്റെ കാര്യ പറയണേ? വിത്ത് പാകുന്നതിനെ കുറിച്ച് തന്നെ. ഇപ്പൊ പാകിയ 100 മേനി വിളയുന്ന മണ്ണ. പക്ഷേ ആ വിത്തുകൾ ഇവിടത്തെ ഇല്ലങ്ങളിലെ പത്തായങ്ങളിൽ നിറച്ചു വെച്ച വിത്തല്ല. പിന്നെ ആ വിത്ത് തേടിയല്ലേ നിങ്ങൾ പുലരും മുമ്പേ ഈ കാടും തോടും താണ്ടുന്നത്? അതും ഇത്തിരി പോന്ന ചൂട്ടുവെട്ടത്തിൽ. വരീസേട്ടാ, നമുക്കൊരു പള്ളി പണിതാലോ? ഈ കാട്ടിൽ പൂക്കളും വിടരട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വിടരുന്ന പൂക്കൾ. എന്തു പറയുന്നു വരീസേട്ടാ? അച്ചോ, ദേശച്ചോ, ഈ പാവങ്ങൾക്ക് ഇത്ര വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ശക്തിയില്ലാട്ടോ. ആശകൾ കൊണ്ട് ഞങ്ങളെ മുറിപ്പെടുത്തല്ലേ അച്ചോ. നടുക്കം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഈ മണ്ണ് പള്ളിമണികൾ കേട്ടുണരും. ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. പള്ളിമണികളോ? അതും ഞങ്ങളുടെ ഗ്രാമത്തിൽ? ഞങ്ങൾ 9 കുടുംബങ്ങളെ ഇന്നാട്ടിൽ. 9 കുടുംബങ്ങൾക്ക് ഒരു പള്ളി. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കാത്തതായി എന്തുണ്ട്? ഇനിയുള്ള പ്രാർത്ഥനകളിൽ തമ്പുരാനോട് ഇതുകൂടി ചോദിക്കേ. തമ്പുരാൻ തരും. ചോദിക്കും, തമ്പുരാനോട് ചോദിക്കും. പിന്നെ ഇന്നാട്ടി ഭൂമി കൈ വെച്ചിരിക്കുന്ന തമ്പ്രാക്കളോടും ചോദിക്കും. പള്ളിക്ക് വേണ്ടി ഒരിടം എല്ലാരോടും ചോദിക്കും. കളിയാക്കുന്നവർ കളിയാക്കട്ടെ, പഴി പറയണവർ പഴി പറയട്ടെ. ചോദിക്കും, എല്ലാരോടും ചോദിക്കും. കയറിക്കിടക്കാൻ നേരാവണ്ണ ഒരു കൂര പോലും ഇല്ല. എന്നിട്ട് അവർക്ക് പള്ളി പണിയണമെന്ന്. എന്നാ എടുക്കാൻ നേരാണ കയ്യിലും ഇല്ല. പള്ളി പണിയാൻ സ്ഥലം കൊടുത്താലേ ദൈവം നേരിട്ട് വന്ന് അനുഗ്രഹിക്കൂന്ന്. എന്നാലും അവർക്ക് അങ്ങനെ തോന്നി എന്നോട് ചോദിക്കാൻ. അതേ മാനെ, അവർക്ക്
എങ്ങനെ ധൈര്യം വന്നു തന്നെയാ ഞാനും ചിന്തിക്കണ്. ആ കുന്നും ചെരുവിലൂടെ പാടം കിടന്ന് ആ വലിയ പൂവാണ്ട് നിൽക്കുന്ന പറമ്പില്ലേ, അതാകെ കാട് പിടിച്ച് കിടക്കാത്രേ. അത് തരുമെന്ന ചോദ്യം. അത് തരൂന? അവരുടെ ഒരു ധൈര്യം നോക്കണേ. അതന്നെ. എന്നാ അവിടെ എത്രയും പെട്ടെന്ന് കപ്പ നടന്നുള്ള ഏർപ്പാട് അങ്ങോട്ട് ചെയ്യാ. അപ്പോഴോ? അത് നല്ലതാ. അപ്പൊ അവരെന്ത് ചെയ്യും? അവരും അവരുടെ ഒരു പള്ളിയും. എന്നാ ഞാനൊന്ന് കിടക്കട്ടെ, വയ്യ, വല്ലാത്ത ക്ഷീണം. ഓ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ ആ കോലായിലുണ്ട്. നാളെ വെളുപ്പിന് വരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. നോക്കൂ, എത്ര മനോഹരമായ ഇടം. ഇവിടെ ദൈവത്തിന് പ്രകാശം വന്നിറങ്ങും. പുലരും മുൻപേ പള്ളിമണികൾ സങ്കീർത്തനങ്ങൾ പാടും, സങ്കീർത്തനങ്ങൾ പാടും. ഈയിടത്ത് പ്രകാശമോ, ഈ മണ്ണിൽ പ്രകാശമോ? ഇവിടുത്തെ ഓരോ മനസ്സിനെയും ഞാൻ വാരിയെടുത്ത് ഞാൻ എന്റെ ഇരുട്ടിൽ പൊതിഞ്ഞു കെട്ടും. മുതിർന്നവർ മുറുമുറുക്കും. പിന്നെ പിന്നെ അന്യനിൽ കുറ്റമാരോപിക്കും. പിന്നെ പിന്നെ യൗവനങ്ങളും ബാല്യങ്ങളും കുരിശിന്റെ അത് ഉച്ചരിക്കാൻ പോലും കഴിയുന്നില്ലെന്നോ? അവിടേക്ക് അടുക്കാൻ ഒറ്റയടി വെച്ചാൽ കാലിൽ ഞാൻ എന്റെ ഇരുട്ടുകൊണ്ട് കല്ലുകെട്ടും. വലിയ കല്ല്. ഇവിടെ നിന്റെ അട്ടഹാസങ്ങൾക്ക് മേലെ അവന്റെ നാമം ഉയർന്നു കേൾക്കും. നിന്റെ ഇരുട്ടിന് മേലെ ആ ചൂട്ടുപന്തത്തിൽ നിന്ന് മെഴുകുതിരികളിലേക്ക് അഗ്നി പടരും. അഗ്നി നിന്റെ ഇരുട്ടിനെ വിഴുങ്ങും. എന്നും പ്രകാശം പടരും. സർവ സൃഷ്ടി ജാലങ്ങളിലും സ്രഷ്ടാവിന്റെ പ്രകാശം പടരും. എന്താ ഇത്? ഇത് അപ്പോഴത് സ്വപ്നായിരുന്നോ? കോരാ, എടാ കോരാ, നീ എവിടെ പോയാ കിടക്കണേ? എന്താ? എന്തു പറ്റി? എടാ, സമയത്രേ? സമയം നേരം പുലരാറായി. മുഖത്തെന്തോ ഒരു ആശങ്കയുള്ളതുപോലെ. മുഖത്തോ? എന്റെ മുഖത്തോ? ഏയ്, ഒന്നുമില്ല. പിന്നെ വർഗീസ് മാപ്പിളോട് ഇവിടെ വരാൻ പറയാ. അല്ലെങ്കിൽ വേണ്ട, നേരം പുലർന്ന നമുക്ക് ദേവസ്വത്തിന്റെ അടുത്ത് വരുന്ന് പോണം. വർഗീസ് മാപ്പിളനെ കൂട്ടിക്കോ. ഇനി അത് വൈകിക്കണ്ട. അപ്പോ ആ പറമ്പില് കപ്പ നടാൻ രണ്ടാളോട് വരാൻ പറഞ്ഞിട്ടുണ്ടേ. അവിടെ ഒരാളുടെ കണ്ണ് വേണ്ടേ? ആ പറമ്പിലോ? ആ പറമ്പില് അത് വേണ്ട. അത് ഞാൻ പറഞ്ഞിട്ട് മതി. എന്നാ ഞാൻ പോയി കിടന്നാലോ? ആ, എന്നാ അങ്ങനെയാവട്ടെ.
ഏമാനെ അച്ഛനെ കാണാൻ പോണ്ടേ? ആ ഇതാ ഇറങ്ങി. ഇനി സമയം കളയണ്ട. എങ്ങോട്ടാ? തിരക്കിൽ? അല്ല, ഇതാരാ അച്ഛനോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയാക്കിട്ട് അച്ഛോ. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ വന്ന സമയം തെറ്റായ സമയത്തായി പോയോ? സത്യത്തിൽ ഞങ്ങൾ അച്ഛനെ കാണാൻ ഇറങ്ങിയതാ. ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു. അപ്പോ നമ്മൾ കാണണമെന്നുള്ളത് ദൈവം ഏറെ ആഗ്രഹിച്ചിരുന്നു എന്ന് സാരം അല്ലേ വരീസേട്ടാ? ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തു പറ്റി? എന്തൊക്കെയോ. ആ കോര, ആ പറമ്പിൽ കപ്പ നടണ്ട. ദൈവം മറ്റെന്തോ നടാൻ ആഗ്രഹിക്കുന്നു എന്നൊരു തോന്നൽ. കോര, നീ അച്ഛൻ ആ പറമ്പൊന്ന് കാണിച്ചു കൊടുക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. എത്രയാ വേണ്ടെന്നുണ്ടെങ്കിൽ വേലി കെട്ടിയെടുക്കാം. വേലി കെട്ടാൻ മുളയും എല്ലാം ആ പറമ്പിലുണ്ട്. പള്ളിമേയാൻ വൈക്കോലും ഒന്നിനും ചോദിക്കാൻ മടിക്കണ്ട. ഏമാനെ, എങ്ങനെയാ നന്ദി പറയാ? ബാക്കി ഞങ്ങളെ കൊണ്ടാവും വിധം കൂട്ടിച്ചേർത്തോളാം. ദൈവം ഇപ്പോൾ നമ്മിൽ വസിക്കുന്നെന്ന് വരീസേട്ടന് മനസ്സിലായില്ലേ? പുലർച്ചെ നിങ്ങൾ കയ്യിലേന്തുന്ന ചൂട്ടുബന്ധം ഈ നാട്ടിൽ വെട്ടം പരത്തുന്നു എന്നതിന് മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ലല്ലോ. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ. അച്ചോ, ഏമാനെ, ഞാൻ ഈ സന്തോഷ വാർത്ത എല്ലാരെയും അറിയിക്കട്ടെ. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ, നാടാകെ അറിയട്ടെ. അല്ല, നെല്ല് കുത്താണോ? കുത്തിക്കോ. ഈ കുത്തിയതൊന്നും പോരാതെ വരും. അതെന്താ അങ്ങനെ? അപ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ കാര്യം? നിങ്ങൾ അറിഞ്ഞില്ലേന്ന്? അതിപ്പോ എന്താ കാര്യം പറയുന്നേ? അപ്പോ നീ അറിഞ്ഞില്ലേ കാര്യം അന്തോണിയെ? കാര്യം പറയുടെ വന്നാല് പള്ളി വരാൻ പോണൂന്ന്. പള്ളിയാ? എവിടെ? ഇവിടെ നമ്മുടെ നാട്ടില് ആ മൂവാണ്ടം പറമ്പില്. നുണ പറയല്ലേ. നോണയാ? ഇത് നോണയാ? ഒരു നാഴി ചാമയ്ക്ക് ഞാൻ പന്തയം വെക്കാം. ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ പള്ളി വരാൻ പോണൂന്ന്. എന്റെ ഈശോയെ, ഇതൊക്കെ ഉള്ളതാ? ഹോ, ഇതിൽ പരം സന്തോഷം. അങ്ങോരം തെക്കേ ചെരുവില് മൂവാണ്ടൻ പൂക്കും പറമ്പില്. അങ്ങോരം തെക്കേ ചെരുവില് മൂവാണ്ടൻ പൂക്കും പറമ്പില്. അങ്ങോരം തെക്കേ ചെരുവില് മൂവാണ്ടൻ
സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളിൽ വന്നു നിറയട്ടെ. ജീവിത വിശുദ്ധിയും വിശ്വാസവും നിങ്ങളെ എന്നും വഴി നടത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അങ്ങനെ 1873 ഘോരവനമായിരുന്ന വരന്തരപ്പിൽ എന്ന നമ്മുടെ നാട്ടിലെ ആദ്യത്തെ പള്ളിപ്പണി പൂർത്തിയായി. വക്കോപ്പേരിയായിരുന്നു നമ്മുടെ ആദ്യത്തെ പള്ളി. തെക്കേ അങ്ങാടി. അപ്പൊ തെക്കേ അങ്ങാടിയിലായിരുന്നു നമ്മുടെ ആദ്യത്തെ പള്ളി? അതെ, ഇപ്പോഴത്തെ തെക്കേ അങ്ങാടിയിൽ തന്നെ. മാട്ടുമലയുടെ വടക്കേ ചെരുവിൽ. അങ്ങനെ ഇരിക്കെ പാലപ്പിള്ളിയില് വെള്ളക്കാര് റബ്ബർ കൊണ്ടുവന്നു. അപ്പോ പിന്നെ ആമ്പല്ലൂർ പാലപ്പിള്ളി റോഡ് നിലവിൽ വന്നു. നമ്മളിപ്പോ ഈ കാണുന്ന റോഡ് 2 വർഷത്തിന് ശേഷം നമ്മുടെ ഈ പ്രൈമറി സ്കൂളിൽ ഇരിക്കണടത്തേക്ക് പള്ളി അങ്ങോട്ട് മാറ്റി പണിതു. 1875 ആഗസ്റ്റ് 15. 1875. അപ്പൊ 150 വർഷങ്ങളായില്ലേ? അതെ, 150 വർഷങ്ങൾ. നീണ്ട 150 വർഷങ്ങൾ. അതെ, മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ അന്ന് ആഗസ്റ്റ് 15 കുന്നത്ത് പള്ളി വന്നതുകൊണ്ട് ഈ സ്ഥലത്തിന് പള്ളിക്കുന്നെന്ന പേര് പോലും വന്നു. അറിയോ നിനക്ക്? കുന്നത്തെ പള്ളി, പള്ളിക്കുന്ന്. അപ്പോ ഒരുപാട് കഷ്ടപ്പാടുകളുടെ ബാക്കി പത്രമാണല്ലേ നമ്മൾ ഇന്നീ കാണുന്ന പള്ളി, അല്ല പാപ്പ? അപ്പാപ്പൻ ഈ ജീവായി മുഴുവൻ ആ കുഴലിൽ ഒത്തുരുക്കണ്ട് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തായോ. അപ്പളല്ല അപ്പാപ്പനൊരു അപ്പാപ്പനാവാ, എന്റെ ചക്കര അപ്പാപ്പൻ. അല്ല പാപ്പ, അപ്പോഴേ ആ വർഗീസ് മാപ്പിളയും റൂസേച്ചും അവരൊക്കെ ഓരോ കാലഘട്ടങ്ങളിലെ ജീവിതങ്ങളുടെ രേഖാചിത്രങ്ങൾ. നാടിന്റെ പുണ്യങ്ങളിലേക്കുള്ള ചവിട്ടുപടികൾ. തിരിഞ്ഞു നോക്കിയാൽ മാത്രം കാണുന്ന ചവിട്ടുപടികൾ. അതിന് ആരായിപ്പോ തിരിഞ്ഞു നോക്കണേ? ആർക്കാ ഇപ്പോ അതിനൊക്കെ സമയം? തീർന്നില്ല കേട്ടോ. പള്ളിക്കുന്ന് പള്ളിയുടെ സംഭവബഹുലമായ കഥ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയുണ്ടാ? അന്നാ പോരട്ടെ. ലാസർ മുതലാളി പള്ളിക്കുന്ന് പള്ളിയുടെ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമുള്ള പേര്. ഒരിക്കലും മറക്കാനാവാത്ത പേര്. ലാസർ മുതലാളി? അതെ, ലാസർ മുതലാളി തടി വ്യാപാരിയായിരുന്നു. കൊച്ചിക്കാരൻ ലാസർ മുതലാളി എന്നറിയപ്പെട്ടിരുന്ന പുത്തൻപുരയ്ക്കൽ തൊമ്മൻ ലാസർ.
നിങ്ങൾ ഇനിയും പണി തുടങ്ങിയില്ലേ? ഇന്ന് മുതലാളി പുതുക്കാട് രാവിലെ എത്തും എന്ന കാര്യസ്ഥം പറഞ്ഞത് കേട്ടു. അതെ, ആ കൊമ്പന്മാരെ ഒന്ന് വെള്ളത്തിലിറക്കായിരുന്നില്ലേ? മുതലാളിക്ക് കൊമ്പന്മാര് ചെളി പറ്റി നിൽക്കണ കണ്ട കലിപ്പാട്ടാ, സഹിക്കില്ല. കള്ളിച്ചിത്രയില് കൂപ്പുപണി തുടങ്ങിയ പിന്നെ കുടിയും പെണ്ണൊന്നും അടുത്ത് കാണാൻ പറ്റുന്നു തോന്നണില്ല കേട്ടാ. അതിന് കുടി കണ്ടില്ലേലും സാരില്ല. കുടിലുള്ളവരുടെ പള്ള പട്നിയാവില്ലല്ലോ, അത് തന്നെ സന്തോഷം. അതെ അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ഹൈ, ഇതൊക്കെ ഇവിടെ വെക്ക. മുതലാളി കൊച്ചിന്ന് വന്ന് പതിവ് പോലെ പള്ളിക്കുന്ന് പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഇന്ന് നേരെ ഇവിടേക്കാണ് വരിക. അന്നേരം ഈ കൊച്ചു വർത്താനം പറഞ്ഞു നിന്നാ ശരിയാവില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട, ഒതുക്കാവുന്ന തടികളൊക്കെ ഒതുക്കി നല്ല വെടുപ്പാക്കി വെക്കണം. അങ്ങനെ ആവട്ടെ ഇമ്രാളെ. ഇമ്രാള് ഈ കൊച്ചി കണ്ടിട്ടുണ്ടോ? മുതലാളിയുടെ കൊച്ചി. പിന്നെ ഒരിക്കൽ നമ്മുടെ കാപ്പാനി അപ്പൂപ്പന്റെ കൂടെ പോയിട്ടുണ്ട്. മലഞ്ചരക്ക് കച്ചവടത്തിന് പോയപ്പോ പരന്തരീസുകാരുടെ അടുത്ത്. പരന്തരീസുകാരോ? ആളിതുവരെ കേൾക്കാത്ത വാക്ക്. പോർച്ചുഗീസുകാര്, നമ്മുടെ പോർച്ചുഗീസ് സായിപ്പ്മാരെ. അല്ല, ഈ കാപ്പാനും അപ്പൂപ്പൻ എന്ന് പറയുമ്പോ അതും അറിയില്ലേ? എടുക്കേണ്ട പണി എടുക്കൂല, അറിയേണ്ട കാര്യം അറിയൂല. പള്ളിക്കുന്ന് പള്ളിക്ക് കരേറ്റമാതാവിന്റെ രൂപം സമ്മാനിച്ച കപ്പാനി മുത്തപ്പൻ. ഒരിക്കൽ ഞാനും മുത്തപ്പന്റെ കൂടെ പോയിട്ടുണ്ട്. രൂപം തുണിപ്പെട്ടിയിൽ വെച്ചിട്ട് പിന്നെ രൂപം പള്ളിയിൽ വെക്കണമെന്ന് സ്വപ്നം കണ്ട് പള്ളിക്ക് രൂപം നൽകിയ കഥ ഞാനും കേട്ടിട്ടുണ്ട്. ആ മുത്തപ്പനാണോ? അത് തന്നെ, അത് തന്നെ, ആ മുത്തപ്പൻ തന്നെ. ഞാനൊന്ന് കടൽ വരെ പോയി വരട്ടെ. പുഴയിലെ ഒഴുക്ക് കൂടിയിരിക്കുമോ എന്തോ. കണ്ണിച്ചിത്രയിലേക്കുള്ള ചങ്ങാടം ഇന്ന് ഇറക്കേണ്ടതാണ്. ഓ ഓ ശരി ഇമ്രാളെ. അല്ല, മുതലാളി എത്തിയോ? യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? ദൈവകൃപയാൽ യാത്രയൊക്കെ സുഖം. അല്ല, ഇവിടെ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? കല്ലുചിത്രയിലെ കൂട്ടുപണിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അങ്ങയുടെ സമ്മതം മാത്രം മതി, പണി തുടങ്ങാനാവും. നല്ലത്. ഇന്ന് ശനിയാഴ്ചയല്ലേ? ഇന്നിവിടെ വിശ്രമം. ഞായറാഴ്ച കുർബാന മുടക്കാൻ കഴിയില്ല. പള്ളിക്കുന്ന് മാതാവിന്റെ പള്ളിയിൽ കുർബാനയർപ്പിച്ച് തിങ്കളാഴ്ച കൂപ്പ് വരെ പോകാം. അവിടെ ചെന്ന് തീരുമാനിക്കാം എന്ന് തുടങ്ങണമെന്ന്. എന്താ, അതുപോരെ? ഓ, അത് മതിയേ, അത് മതിയേ. ആ, കുതിരവണ്ടിയില് ആനകൾക്കുള്ള ശർക്കരയുണ്ട്, കൂടെ കുറച്ച് സാധനങ്ങളും പുതുക്കാടിന്ന് വാങ്ങിയതാ. അത് രണ്ടുപേരെ വിട്ട് താഴെ ഇറക്കുക. പലചരക്ക് സാധനങ്ങള് ഇവിടെ ആവശ്യമുള്ളത് കഴിച്ച് കുറച്ച് നമ്മുടെ പണിക്കാരുടെ വീട്ടിലേക്ക് കൊടുത്തയക്കുക. ഇനി കൂപ്പിൽ പണി തുടങ്ങേണ്ടതല്ലേ? മുതലാളി, അത് വേണോ? പണിക്കാരുടെ വീട്ടിലേക്ക് കൊടുത്തു വിടണോ? പറഞ്ഞത് ചെയ്താ മതി. ഓ, ക്ഷമിക്കണം, അങ്ങനെ ചെയ്യാമേ. രാവിലെ പള്ളിക്കുന്ന് മാതാവിന്റെ പള്ളിയിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുത്തപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഊർജവും ഉന്മേഷവും. എന്നും പോകാൻ കഴിഞ്ഞെങ്കിൽ. ആ,
ഞായറാഴ്ചയെങ്കിലും മുടങ്ങാതെ കുർബാനിൽ പങ്കുകൊള്ളാൻ കഴിയുന്നല്ലോ, അത് തന്നെ മഹാഭാഗ്യം. മുതലാളി ഇന്ന് കല്ലുചിത്രയിലേക്കുള്ള യാത്ര മാറ്റുന്നതാണ് നല്ലത്. നല്ല ഒഴുക്കുണ്ട്. ചങ്ങാടൻ ഒഴുക്കിനെതിരെ തുഴയണ്ടേ? ഒരല്പം കഠിനമാവാൻ സാധ്യത കാണുന്നു. മറ്റൊരു ദിവസം എത്രയും പെട്ടെന്ന് കൊച്ചിയിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. മറ്റൊരു ദിവസം എന്ന് വെച്ചാൽ കൊച്ചിയിലേക്കുള്ള തിരിച്ചുപോക്കിനൊരു തടസ്സാവും. എന്നാലും ഈ ഒഴുക്ക്, തുഴച്ചിലുകാര് ഈ ഒഴുക്ക് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. പിന്നെ പള്ളിക്കുന്നത്തെ മാതാവ് കൂടെയില്ലേ? സംശയം വേണ്ട, ഇന്ന് തന്നെ യാത്ര തിരിക്കാം. തീർച്ചയാണോ? ഭയമുണ്ടേ നിങ്ങൾ ഇവിടെ നിന്നോ, യാത്രയിൽ ഒരു മാറ്റവും ഇല്ല. ഇല്ല ഇല്ല, ഞാനും വരുന്നു. ആരാ ഇവിടെ? ഇന്ന് തന്നെ ചങ്ങാടം കുറുമാലിപ്പുഴയെ ഇറക്കണം. യാത്രയ്ക്കുള്ള സാമഗ്രികൾ എടുത്ത് ചങ്ങാടത്തിൽ വെച്ചോളൂ. ശരിയാങ്ങുന്നേ. ആഞ്ഞു കുത്തിക്കോ. നല്ല മഴക്കോള് കാണുന്നുണ്ട്. ഓരം ചേർത്ത് ചെങ്ങാടും കുത്തിയാ മതി. ഓ, നല്ല മഴക്കോള് കാണുന്നുണ്ട്. മഴക്കാറ് കാരണം നിലാവിന് പെട്ടൊരല്പം പോലും പുഴയിൽ വീണില്ല. എന്റെ ദൈവമേ, എന്താ ഒരു ഒഴുക്ക്! മലയിൽ മഴ പെയ്ത പുഴയിൽ വെള്ളം കൂടും. എന്റെ ദൈവമേ, ആഞ്ഞു തുഴഞ്ഞോ, ആഞ്ഞു തുഴഞ്ഞോ. ഏതേലും കെട്ടാം. മഴയും പെയ്യാൻ തുടങ്ങിയല്ലോ. എന്റെ മാതാവേ, എന്റെ മാതാവേ. ചങ്ങാടം കയ്യിൽ നിൽക്കില്ല. പുഴയിൽ നല്ല ചുഴിയുണ്ട്. എന്റെ ദൈവമേ, കലങ്ങി മറിഞ്ഞു വരുന്നു. ദൈവമേ, പുഴയിറങ്ങിയത് അബദ്ധമായല്ലോ ദൈവമേ. എന്റെ പണിക്കാരെയും എന്നെയും കാത്തോളനെ പള്ളിക്കുന്നിലെ മാതാവേ. ജീവൻ ബാക്കി വെച്ച ഞങ്ങളെ രക്ഷിച്ച പുതിയൊരു പള്ളിക്കുന്നിലൊരു പുതിയ പള്ളി കൊടുത്ത് കാഴ്ചവെക്കാമേ മാതാവേ. കൈവിടല്ലേ, ഞങ്ങളെ കൈവിടല്ലേ മാതാവേ. മാതാവേ, രക്ഷിക്കണേ, രക്ഷിക്കണേ മാതാവേ. ദൈവമേ, കാത്തോളനെ, ദൈവമേ, രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ മാതാവേ. എവിടെ 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 നിന്ന് മാടി വിളിച്ച ആ സ്ത്രീ എവിടെ? ഇരുട്ടത്തും എന്ത് പ്രകാശമായിരുന്നു! ഞാനും കണ്ടു, എന്തൊരു പ്രകാശമായിരുന്നു. ഞാനും കണ്ടു. എന്നെ കരയിലേക്ക് മാറി വിളിക്കുന്നത് പോലെ. അല്ല മാതാവ് എന്നെ വിളിച്ചു, എന്നെ കരയിലേക്ക് മാറി വിളിച്ചു. എന്റെ മാതാവ്. അപ്പോ എന്നെ തോന്നലായിരുന്നില്ല. അല്ല, ഞാനും കണ്ടു. എന്റെ അമ്മേ, ഞാനും കണ്ടു. അമ്മേ, അമ്മേ, വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മേ, ദൈവപുത്രന്റെ അമ്മേ, ജീവപുത്രന്റെ അമ്മേ, പരിശുദ്ധ കരയേറ്റ മാതാവേ. എണീക്ക്,
എണീക്ക്, നമുക്ക് പോകാം. നേരം പുലർന്നിരിക്കുന്നു. ഇനി ചെങ്ങാടൻ താഴോട്ട് കുത്തിയൊലിച്ചു പോയിരിക്കുന്നു. ഇനിയുള്ള യാത്ര നമ്മൾ തിരിച്ചു പോകുന്നു. ഇനി കൂപ്പിലേക്കല്ല, കൊച്ചിയിലേക്ക്. തിരിച്ചു വരുമ്പോൾ നിലയില്ലാ കയത്തിലെ നിലവിളി കേട്ട് വെളിച്ചമേകിയ, രക്ഷയുടെ കരം നീട്ടിയ എന്റെ പള്ളിക്കുന്നിലെ മാതാവിന് നന്ദിയായി ഞാനൊരു പള്ളി പണിത് തീർക്കും. പള്ളിക്കുന്നിലെ മാതാവിനൊരു പള്ളി. അതിനായി എന്തു ത്യാഗവും ഞാൻ സഹിക്കും. ഇത് കൊച്ചിക്കാരൻ ലാസറിന്റെ വാക്ക്. പള്ളിക്കുന്നിലെ കരയേറ്റ മാതാവിന് ഈ കൊച്ചിക്കാരൻ ലാസറിന്റെ വാക്ക്. അച്ചോ, ഇതാണ് എന്റെ പള്ളിക്കുന്നിലെ മാതാവിരിക്കുന്ന സ്ഥലം. പള്ളിക്കുന്ന്. ഇത് നല്ല സ്ഥലാണല്ലോ, നല്ല മണ്ണും. അത് അച്ഛനെങ്ങനെ മനസ്സിലായി? മണ്ണ് കണ്ടാൽ അറിയാലോ, വെറുതെ ഒരിടവും കാണുന്നില്ലല്ലോ. ഈ ഉള്ളവൻ ഇവിടെ പുതിയ പള്ളി പണിയണമെന്ന ആഗ്രഹത്തിൽ എത്തിപ്പെടാനായ കാരണം വരും വഴി അച്ഛനോട് ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പോ പള്ളി നല്ല തലയെടുപ്പോടെ ഈ മണ്ണിൽ ഉയർന്നു നിൽക്കണം. മാതാവിന്റെ പേരിലുള്ള ഈ പള്ളിക്കുന്ന് പള്ളി. ദൈവം നിശ്ചയിച്ച നടക്കാത്തതായ എന്താ ഭൂമിയിലുള്ളത്? എന്നിട്ടാണോ ഒരു പള്ളി? അയ്യോ മുതലാളി, അല്ല മുതലാളി പുതിയ പള്ളി പണിയാൻ പോണെന്ന് കേട്ടു. കോടി പുണ്യം കിട്ടും മുതലാളി, നന്നായി വരും. ആ അല്ല, ഇതാരാ? സുഖല്ലേ? ഓ, ഇങ്ങനെയൊക്കെ പോകുന്നു. കൂപ്പില് ഉടനെ പണി തുടങ്ങും. എന്നാലും കുറെ പേര് ഇവിടെ വേണം. സഹായത്തിന് സമയമാകുമ്പോ അറിയിക്കാം. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഈ നാട് മുഴുവൻ മുതലാളിയുടെ പിന്നാലെ ഉണ്ട്. വികാരി അച്ഛനെ കാര്യങ്ങൾ ധരിപ്പിക്കണം. അച്ഛൻ സമ്മതിക്കാതിരിക്കില്ല. വികാരി അച്ഛൻ വഴി നാട്ടുകാരെ ബോധിപ്പിക്കണം. എല്ലാവർക്കും സന്തോഷാവും. എന്നാൽ സമയം കളയാനില്ല. അവരുടെ സമ്മതം സമ്പാദിക്ക്. എന്നിട്ട് ആദ്യ നടപടികളിലേക്ക് കടക്കാം. ഏറെക്കാലം ഇവിടെ സമയം കളയാൻ കഴിയില്ലല്ലോ. ആ, അങ്ങനെയാകട്ടെ. അങ്ങനെ പള്ളിപ്പണി പൂർത്തിയായി. ബഹുമാനപ്പെട്ട കൊള്ളന്നൂർ കാഞ്ചപ്പൻ മാത്യു അച്ഛൻ വികാരിയായിരുന്ന കാലത്ത് 1916 ജൂൺ മാസം 18-ാം തീയതി പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. ബഹുമാനപ്പെട്ട മേനാച്ചേരി ഇരുമ്പൻ യോഹന്നാൻ മെത്രാൻ തിരുമേനി പള്ളിയുടെ വെഞ്ചിരിപ്പും ആദ്യ കുർബാനയും അർപ്പിച്ചു. വെഞ്ചിരിപ്പ് കർമ്മം നടത്തിയെന്ന് പറഞ്ഞാ പോരെ, വളരെ കേമായിട്ട് തന്നെ നടത്തിയ. 10 ആനയുണ്ടായിരുന്നു വെഞ്ചിരിപ്പിന് കേട്ടോ. 10 ആനകളാ എന്റെ അമ്മേ. 10 ആനകൾ, 10 കൊമ്പൻ ആനകൾ. നാടാകെ ആഘോഷമേളം, ആഘോഷത്തിമർപ്പ്. മേളം മേളം മേളം, ആഘോഷമേളം, നടനം നടനം നടനം, ആനന്ദ നടനം.
ആഘോഷമേളം നടനം 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 ആനന്ദ നടനം നാടിന്റെ നെറ്റിത്തടങ്ങളിൽ കുരിശിന്റെ തണൽ ചേർത്ത നാടിന്റെ ഓർമ്മയിൽ ആഘോഷരാവിന്റെ മേളത്തിൽ മേളം ആത്മീയ സന്തോഷ നിറവിൻ മേളം താളം മേളം താളം മേളം താളം മേളം താളം മേളം മനം നിറഞ്ഞു മിന്നും നക്ഷത്രക്കൂട്ടങ്ങൾ കതിരായി തങ്ക നിറമായി പൊൻപാടം തിളഞ്ഞു സ്വപ്നം കണ്ടേ നാഥന്റെ ഗേഹം കണലായും തുണയായും കരളിൽ വാഴുന്നേ മണിനാദം കേട്ടുണർ പുലരി പിറന്നല്ലോ വെൺശോഭ തെളിഞ്ഞു കത്തും മുട്ടമുണർന്നല്ലോ നാവുകളിൽ പ്രാർത്ഥന ഗീതം ഉയർന്നു വന്നല്ലോ ആർപ്പുകളും മേളവുമായി ദേശമുണർന്നല്ലോ നാടാകെ ആഘോഷരാവുണർന്നല്ലോ സഗമ സഗമ പ സനി 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 സ വെട്ടങ്ങൾ വിശ്വാസ ചൂട്ടുവെട്ടങ്ങൾ ഓർമ്മയിൽ വന്നേ കാൽവരി കണ്ടേ നാഥന്റെ തിരുമുഖമൊന്നു കണ്ടേ മേളം 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 ആഘോഷമേളം നടനം 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 ആനന്ദ നടനം മേളം 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 ആഘോഷമേളം നടനം 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 ആനന്ദ നടനം മേളം 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 ആഘോഷമേളം നടനം 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 ആനന്ദ നടനം മേളം 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 ആഘോഷമേളം നടനം 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 ആനന്ദ നടനം പള്ളിപ്പണി പൂർത്തിയായിരിക്കുന്നു. അങ്ങയുടെ കരുവിരുതിൽ വിരിഞ്ഞ രൂപകൽപ്പന പോലെ തന്നെ മനോഹരമായ ദേവാലയം. അങ്ങേക്ക് ഈ ഉള്ളവൻ എന്തു നൽകും? ഈ കുഞ്ഞു പൂക്കളും പ്രാർത്ഥനയുമല്ലാതെ. മോളെ
മുതലാളി പള്ളി നല്ല അഴകായിട്ടുണ്ട്. എങ്ങനെ ഈ നാട്ടുകാര് മുതലാളിയോട് നന്ദി പറയാ? അതെ അതെ, മാതാവിന്റെ കരുതലും ദൈവത്തിന്റെ അനുഗ്രഹവും അതൊന്നും കൂടി ഉണ്ടാവും. ദൈവത്തിന്റെ അനുഗ്രഹം, മാതാവിന്റെ കരുതൽ, ഈ രണ്ടിനുമപ്പുറം പിന്നെ എന്തു വേണം ഈ ജീവിതത്തിൽ? എന്നാൽ ഞാനങ്ങോട്ട് ഇത് ആ പള്ളി പണിത ശില്പി അച്ഛന്റെ കല്ലറയല്ലേ? അതെ, ശില്പി അച്ഛൻ്റെ തന്നെ. ആ പേപ്പട്ടി വിഷബാധ ഏറ്റില്ലായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരിൽ നമ്മുടെ ശില്പി അച്ഛനും ഉണ്ടായിരുന്നേനെ അല്ലേ? ആ, എല്ലാം ദൈവനിശ്ചയം. പള്ളിക്കുന്ന് പള്ളിയുടെ സെമിത്തേരിയില് അന്ത്യവിശ്രമം കൊള്ളണമെന്നായിരിക്കും ദൈവനിശ്ചയം. എന്നാലും പള്ളിയുടെ മുഖവാരി പണിത് കേൾക്കാൻ ശില്പത്തിന് സാധിച്ചല്ലോ. ഇന്ന് നാടിന്റെ പ്രാർത്ഥന എന്നും അച്ഛന്റെ കൂടിയുണ്ടോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട്ടിൽ നിന്നും മടങ്ങാൻ സമയമായിരിക്കുന്നു. ഇനിയൊരു മടക്കം അറിയില്ല. മടങ്ങുമ്പോൾ ഹൃദയം പിടയുന്നു, അത്രമാത്രം. ഈ നാടിനോട് ചേർന്ന് കഴിഞ്ഞിരിക്കുന്ന ജീവിതം പിരിയുവാനാവാത്ത വിധം. എന്നാലും മടങ്ങാതിരിക്കാനാവില്ല. ഞാൻ എന്റെ കരയേറ്റ മാതാവിനെ കണ്ട നാട്, മരണത്തിന്റെ ചൂഴിയിൽ രക്ഷയുടെ കരം നീട്ടിയ നാട്. ഈ പള്ളിക്കുന്നിനെ എന്നുമെന്നും ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. അമ്മേ, തിരുക്കുമാരനോടൊപ്പം എന്നും കൂട്ടായിരിക്കണേ. ഇത്രമാത്രം കഥകൾ, അല്ല ജീവിതങ്ങൾ ഈ പള്ളിയുടെ ചരിത്രത്തിന് പിന്നിലുണ്ടായിരുന്ന. ഞാൻ കരുതി നീ എന്ത് വിചാരിച്ചേ? ഈ കാണുന്ന പള്ളി ഒരു ദിവസം ഭൂമിയുടെ അടിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നതാണെന്നാണോ നീ വിചാരിച്ചേ? മുഴുപട്ടിണിയുടെ കാലത്ത് അരമുണ്ട് മുറുക്കി കെട്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ പള്ളി. കരകയറ്റ മാതാവിന്റെ അത്ഭുത സാക്ഷ്യം വിളിച്ചോരുന്ന ഈ പള്ളിക്കുന്ന് പള്ളി നിന്നെപ്പോലുള്ള അടുത്ത തലമുറകൾ മനസ്സിലാക്കി. ചരിത്രം, പള്ളിക്കുന്നിന്റെ ചരിത്രം ഇത്രമാത്രം ആഴം ഞാൻ അറിഞ്ഞില്ല കേട്ടാ ബാബ. എടി റോസക്കുട്ടി, നീ എന്തേ ഈ മുകളിൽ നിന്ന് ഇപ്പൊ നമ്മുടെ പള്ളിക്കുന്നിലേക്ക് നോക്കുമ്പോ എന്ത് മാറ്റാണെന്ന് നോക്കിക്കേ. അത് തന്നെ, ആ കാടുകളൊക്കെ എവിടെയാ? ആകെ വീടുകളായിരിക്കുന്നു അല്ലേ? അതും വൈക്കോല് കൊണ്ട് ഒരെണ്ണം പോലും ഇല്ല അല്ലേ? വൈക്കോലോ? മണ്ണുവഴികളുണ്ടോന്ന് നോക്കിയടി. അത് തന്നെ, വല്ലാതെ മാറിയിരിക്കുന്നു. നമ്മുടെ പള്ളി കണ്ടോടി. മുള എവിടെ, വൈക്കോലെവിടെ, ഒക്കെ മാറി. നമ്മുടെ പള്ളി ഇത് ഭംഗിയാ കാണാൻ. അതെ അതെ, ദേവസ്വച്ചൻ പറഞ്ഞത് ഇപ്പോഴും കാതിൽ കേൾക്കാം. വിത്ത് വീഴാൻ കാത്തിരുന്ന മണ്ണ് മനസ്സ് നിറച്ച്, പത്തായം നിറച്ച് വിളവ് തരാൻ കാത്തിരുന്ന മണ്ണ് നമ്മുടെ പള്ളിക്കുന്ന്. അതെ അതെ, നാട് വലുതായിപ്പോ പള്ളിയും വലുതായി ഇല്ലേ? നാട് വലുതായാൽ മാത്രം പള്ളി വലുതാവോ റോസമ്മേ? പിന്നെ അതിന് മനസ്സും വലുതാവണ്ടേ? അവരുടെ അധ്വാനത്തിന്റെ ഓഹരിയാണ് ഈ വലിപ്പം. വിശാല
വിശാലമായ ദേവാലയം. ബലി അർപ്പിക്കാൻ നമ്മൾ എന്തുമാത്രം നടന്നുകൂട്ടിയത്. പള്ളി അടുത്തപ്പോ മനസ്സകലോന്ന് സംശയം. ആർക്കും സമയമില്ലാതായിരിക്കുന്നു. ദേവാലയത്തിന്റെ വലിയ വെട്ടത്തിൽ നിന്ന് മൊബൈലിന്റെ ഇത്തിരി വെട്ടത്തിലേക്ക് ചുരുങ്ങിയതുപോലെ മുഖമൊന്ന് ഉയർത്തിയാൽ മുള്ളണിഞ്ഞവന്റെ മുഖം കാണുമെന്ന് ആര് വിളിച്ചു പറയും? മനസ്സൊന്ന് തുറന്നാൽ ആത്മാവ് ചിറകടിച്ചെത്തുമെന്ന് ആര് വിളിച്ചോതും? മുഖമൊന്ന് ഉയർത്തിയാൽ മുള്ളണിഞ്ഞവന്റെ മുഖം കാണുമെന്ന് ആര് വിളിച്ചു പറയും? മനസ്സൊന്ന് തുറന്നാൽ ആത്മാവ് ചിറകടിച്ചെത്തുമെന്ന് ആര് വിളിച്ചോതും? മുഖങ്ങൾ ഉയരും, മുഖങ്ങൾ ഉയരും. മനസ്സിന്റെ ഓടാമ്പലുകൾ തുറക്കപ്പെടും. ആത്മാവിന്റെ ചിറകടിനാദം കേൾക്കും. വലിയ പ്രകാശം അവർക്കുമേൽ ചുറ്റപ്പെടും. അന്ന് അന്ന് അണഞ്ഞുപോയ പന്തങ്ങളിൽ തീ പടരും. ആത്മാവിന്റെ ചൂടിൽ നിന്നുള്ള തീ. അത് പ്രകാശം പരത്തുന്ന പന്തങ്ങളാകും. ചൂട്ടുപന്തങ്ങൾ. ഇരുട്ടിനെ വകഞ്ഞുമാറ്റി സർവശക്തനെ കാണും. സർവശക്തന്റെ മുഖം ദർശിക്കും. ആ ഇരുട്ടിൽ നിന്ന് കാലച്ചുകൾ കേൾക്കും. കാലച്ചുകൾ, കാലച്ചുകൾ. ഇരുട്ടിന്റെ മറവിൽ നിന്ന് ചൂട്ടുപന്തങ്ങൾ നിർമ്മിടുന്നു. വെളിച്ചത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്. ഇന്ന് സ്വർഗത്തിൽ പൂക്കൾ വിടരും. 1000 പൂക്കൾ. പ്രിയ ദൈവജനമേ, രണ്ടു വാക്ക്. കത്തിയെരിഞ്ഞുപോയ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ചൂട്ടുപന്തങ്ങളിൽ നിന്നടർന്നു വീണ തീപ്പൊരിയിൽ നിന്നും കത്തിപ്പടർന്ന് ജ്വലിച്ചു നിൽക്കുന്ന ആ വലിയ വിശ്വാസ തണൽ മരത്തിന്റെ ചുവട്ടിൽ വീണ്ടും ഞങ്ങൾ സാദരം കൊളുത്തിവയ്ക്കുന്നു പുത്തൻ തലമുറയ്ക്ക് വേണ്ടി ചൂട്ടുവെട്ടം.